മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്ക് നോർമലായിട്ട് മ്യൂച്വൽ ഫണ്ട് തരുന്ന റിട്ടേണിനെക്കാട്ടിലും കൂടുതലായിട്ട് റിട്ടേൺ വേണോ? അല്പസ്വല്പം കൂടുതൽ റിസ്ക്കും കൂടി എടുക്കണം. അതിന് താല്പര്യമുണ്ടോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടി സെബി ഒരു പുതിയ വെഹിക്കിൾ കൊണ്ടുവന്നിട്ടുണ്ട്. SIF, സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. അത് പല ഫണ്ട് ഹൗസസും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും താല്പര്യമുണ്ടോ? അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് അവസാനം വരെ കണ്ടു നിൽക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. SIF അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് അത് നടത്തുന്ന ആരാണ്? മ്യൂച്വൽ ഫണ്ട് ഹൗസസ് തന്നെയാണ് അത് നടത്തുന്നത്. ആ മ്യൂച്വൽ ഫണ്ട് ഹൗസസ് നേരത്തെ മ്യൂച്വൽ ഫണ്ട് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവരെന്ത് ചെയ്തായിരുന്നു? മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 500ഉം 100ഉം ഒക്കെ ആയിരുന്നല്ലോ. പക്ഷേ SIFനകത്ത് ആ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് അത് 10 lakhs ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അന്നേരം നമ്മുടെ കയ്യിൽ രൊക്കമായിട്ട് തുടക്കത്തിൽ തന്നെ ഒരു 10 lakh കൊടുത്തിട്ടേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. മിനിമം അതിന് മുകളിലായിട്ട് കൊടുക്കാം. അതുപോലെ വേറെ ഒരു സിസ്റ്റമുണ്ട്, PMS എന്ന് പറഞ്ഞ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ്. അതിനകത്ത് ഒരു 50 ലക്ഷം കൊടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് എൻട്രി നടത്താം. AIF എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, അതിനകത്ത് 1 കോടി കൊടുത്തിട്ട് നമുക്ക് എൻട്രി നടത്താം. അങ്ങനെ ഈ SIF എന്ന് പറഞ്ഞ സാധനം അത് മ്യൂച്വൽ ഫണ്ടിനെക്കാട്ടിലും എന്തുകൊണ്ടാണ് ഭേദമെന്ന് പറയാൻ കാരണം, അതിനകത്ത് ഷോർട്ടിങ് നടത്താനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ആദ്യം വിൽക്കുകയാണ്, പിന്നെ വാങ്ങുകയാണ്. അന്നേരം വിൽക്കുമ്പം ഉയർന്ന ലെവലിൽ വിൽക്കാം. ഇപ്പം താഴോട്ട് വീഴുന്ന ഒരു സ്റ്റോക്കിന് ഉയർന്ന ലെവലിൽ വിറ്റിട്ട് താഴെ വന്നിട്ട് നമ്മൾ വാങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ആ വിൽപ്പനയും വാങ്ങലും തമ്മിലുള്ള വ്യത്യാസമാണല്ലോ നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നത്. അത് മ്യൂച്വൽ ഫണ്ടിനകത്ത് നടത്താൻ പറ്റത്തില്ല. സെബിയുടെ റെഗുലേഷൻസ് ആണ്. മ്യൂച്വൽ ഫണ്ട് ഹൈലി ഡിഫെൻസീവ് ആണ്. അതിനകത്ത് ഇങ്ങനെ ഓഫെൻസീവായിട്ടുള്ള സ്റ്റെപ്സ് കളിക്കുവാനായിട്ട് അനുവാദമില്ല. പക്ഷേ അതേസമയം ഈ AIFലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി വേണമെങ്കിൽ ഷോർട്ടിങ് ചെയ്യാം. അത് ഭയങ്കര ഹൈലി റിസ്കി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിഫെൻസീവ് പോസ്ചർ മാത്രമല്ല, അതിനെക്കാട്ടി ഒരു പടി മുമ്പോട്ട് കിടന്നിട്ട് ഒരു ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇടനിലയിൽ കിടന്നിട്ട് കളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് SIF. പല മ്യൂച്വൽ ഫണ്ട് ഹൗസസും കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ SIF. പക്ഷെ അതിനൊരു റീബ്രാൻഡിങ് അവർ നടത്തിയിട്ടുണ്ട്. അന്നേരം അതേ മ്യൂച്വൽ ഫണ്ട് ഹൗസസ് ആണെങ്കിൽ പോലും അത് നമുക്ക് കേൾക്കുമ്പം, ആ പേര് കേൾക്കുമ്പോൾ ഒന്ന് മനസ്സിലാകണമല്ലോ ഇത് വേറെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ഇപ്പം ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിനകത്ത് അത് QSIF എന്നാണ് പറയുന്നത്, QSIF. മിറൈ അസറ്റിൻ്റേത് പ്ലാറ്റിനം SIF എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഈഡൽവൈസിൻ്റേത് അൾട്ടിവ SIF. ITI മ്യൂച്വൽ ഫണ്ടിനകത്ത് ഡിവിനിറ്റി SIF. SBI മ്യൂച്വൽ ഫണ്ടിനകത്ത് മാഗ്നം SIF. അവരുടെ മ്യൂച്വൽ ഫണ്ടിനും മാഗ്നം എന്നൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. അന്നേരം അതിനകത്തൊരു വ്യത്യാസം. SBIക്കാർക്ക് വലിയ തിങ്കിങ് ഇല്ല, അവരതങ്ങ് അടിച്ചു വിട്ടു. ബന്ധൻ മ്യൂച്വൽ ഫണ്ടുകാർക്ക് അരൂധ SIF എന്ന് കൊടുത്തിട്ടുണ്ട്. DSP മ്യൂച്വൽ ഫണ്ടിന് എൻഡ്യൂറൻസ് SIF. അങ്ങനെ പേരുകളൊക്കെ അല്പസ്വല്പം മാറ്റിയിട്ട് ഈ പുതിയ ഒരു വെഹിക്കിളിനെ അവർ എല്ലാവരും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അന്നേരം ഈ എപ്പിസോഡിനകത്ത് അത് പല കാറ്റഗറൈസേഷനായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഫുള്ളി ഈക്വിറ്റി ബേസ്ഡ് ഉണ്ട്, വേറെ ഒരെണ്ണം ഫുള്ളി ഡെറ്റ് ബേസ്ഡ് ഉണ്ട്, വേറെ ഒരെണ്ണം ഹൈബ്രിഡ് ബേസ്ഡ് ഉണ്ട്. ഈ 3 തരമാണ്. പക്ഷേ ആ തരങ്ങൾക്കകത്തും സബ് തരങ്ങൾ കുറങ്ങൾ ഒക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്ലോട്ട്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള SIFൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ലോട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തന്നെ അറ്റ്ലീസ്റ്റ് കരുതാമല്ലോ. പിന്നെ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ SIF 360 എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. 360.com എന്നാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതൊരു ജംഗ്ഷൻ പോയിന്റ് പോലെയാണ്. പല മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഹൗസസിൻ്റെ SIF അവിടെ നമുക്ക് ലഭിക്കും. അവിടെ പോയിട്ട് നമുക്ക് KYC ഒക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടങ്ങ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. വേറെ പല അവന്യൂസും കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ തൽക്കാലം ഇപ്പം ഈ പൊതുവെ അറിയപ്പെടുന്നതിനകത്ത് SIF 360.com പോയി കഴിഞ്ഞാൽ നമുക്ക് SIFൽ ഇൻവെസ്റ്റ് ചെയ്യാം.
ഇപ്പോൾ അധികം താമസിയാതെ എന്തൊക്കെ തരം ഫണ്ടുകൾക്ക് കാറ്റഗറൈസേഷൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അങ്ങോട്ടൊന്ന് ശ്രദ്ധ തിരിക്കാം. ആദ്യമായിട്ട് ഈക്വിറ്റി ബേസ്ഡ് SIFകൾ ഉണ്ടല്ലോ, അതിൻ്റെ എത്രയൊക്കെ ടൈപ്സ് ഉണ്ടെന്ന് നമുക്കൊന്ന് അറിയാം. 3 ടൈപ്പ് ഉണ്ട്. ആദ്യത്തെ ടൈപ്പ് ഈക്വിറ്റി ലോങ് ഷോർട്ട് ഫണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള പേരാണ്. അതിൻ്റെ പേരിനകത്ത് തന്നെയുണ്ട് ലോങ് ചെയ്യാം, ഷോർട്ട് ചെയ്യാം. ലോങ്ങിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്, കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മളത് വിറ്റ് കാശുണ്ടാക്കുകയാണ്. അതിന് 80% വരെ മാക്സിമം ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. പിന്നെ ഷോർട്ടിങ്ങിൻ്റെ ആ സെക്ഷനകത്ത് മാക്സിമം 25% വരെ അവർക്ക് ചെയ്യാം. അന്നേരം ഷോർട്ടിങ് 25% മാക്സിമം, ലോങ് 80% മാക്സിമം. അങ്ങനത്തെ ഇച്ചിരി ലീവറേജ് ഒക്കെ ചെയ്തിട്ട് അത് പരിപാടി നടത്തിക്കൊണ്ട് പോകാം ആ ഫണ്ട് ഹൗസ് മാനേജർ. പിന്നെ അടുത്തതാണ് ഈക്വിറ്റി എക്സ് ടോപ്പ് 100 ലോങ് ഷോർട്ട് ഫണ്ട്. എക്സ് ടോപ്പ് 100ൻ്റെ അർത്ഥം ഈ ഇന്ത്യയിലെ ടോപ്പ് 100 ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടല്ലോ, അതിൻ്റെ താഴെ കിടക്കുന്ന കമ്പനീസിനെ പറ്റിയാണ് ഈ പറയുന്നത്. ലാർജ് ക്യാപ്പിൽ തന്നെ അതിൻ്റെ താഴെ കിടക്കുന്ന 100 കഴിഞ്ഞിട്ടുള്ള അവരുടെ ലോങ്ങും ഷോർട്ടും ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ഫണ്ട്സാണ്. അന്നേരം അതിനകത്ത് എന്താണ് ലിമിറ്റ്? 65% ഈക്വിറ്റിക്കകത്ത് ഇടാം, പിന്നെ 25% ഷോർട്ടിങ് ചെയ്യാം. അന്നേരം അത് മാക്സിമം ആണ്. 65% ഈക്വിറ്റി, 25% ഷോർട്ടിങ്. പിന്നെ വേറെ പലതും ഈ ടോപ്പ് 100 കഴിഞ്ഞിട്ടുള്ള ബാക്കി ഷോർട്ടും സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും അതിനകത്ത് ഇച്ചിരി ഇട്ടൊന്ന് ഡാബിൾ ചെയ്യാം. അങ്ങനെ അവർക്ക് കുറേ കാശ് ആ രീതിയിൽ ഉണ്ടാക്കാം. പിന്നെ അടുത്തതാണ് സെക്ടറൽ റൊട്ടേഷൻ ലോങ് ഷോർട്ട് ഫണ്ട്. സെക്ടർ ബേസ്ഡ് ആണ്. ടോട്ടലി 4 സെക്ടർ വരെ മാക്സിമം എടുക്കാം. ടോട്ടൽ 80% വരെ മാക്സിമം എടുക്കാം. അന്നേരം 5ാമത്തെ ഒരു സെക്ടർ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. 4 മാക്സിമം. അങ്ങനെ അതിനകത്ത് 25% അഗെയിൻ ഷോർട്ടിംഗ് ആണ്. നിങ്ങളിപ്പം ശ്രദ്ധിച്ച് കാണുമായിരിക്കും, ഇതിനകത്തെല്ലാം 25% ആണ് മാക്സിമം ഷോർട്ടിംഗ് ലിമിറ്റ് കൊടുക്കുന്നത്. അന്നേരം അതിനകത്താണ് അവർ ട്രേഡിങ് ചെയ്ത് മാക്സിമം കാശുണ്ടാക്കാൻ പോകുന്നതെന്നാണ് ജനങ്ങൾക്ക് പൊതുവെ ഒരു ധാരണ. അത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാകും. ഒരു വർഷമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും അതെങ്ങനെ നടക്കും എന്നുള്ള കാര്യം അറിയാൻ. അന്നേരം ഇതിനകത്തും 80% മാക്സിമം. പക്ഷേ സെക്ടർ ബേസ്ഡ് 4 സെക്ടറിൽ കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല. 25% ഷോർട്ടിങ് ചെയ്യാം. പിന്നെ ടാക്റ്റിക്കലായിട്ട് ചില ചേഞ്ചസ് ഒക്കെ നടത്താം. ഇപ്പം ട്രംപ് സാറ് പറഞ്ഞല്ലോ, IT-യിൽ H1Bയുടെ പ്രശ്നവും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് നമ്മുടെ IT സ്റ്റോക്സ് ഒന്ന് താഴോട്ട് പോകും. താഴോട്ട് പോകുമ്പം ദേ ക്യാൻ ഡു ഷോർട്ടിങ് ദെയർ സെക്ടർ ബേസ്ഡ്. പിന്നെ നമ്മുടെ GST ഒക്കെ കുറച്ചല്ലോ, അന്നേരം ചില സെക്ടേഴ്സിനകത്ത് സെയിൽസൊക്കെ കൂടും. അന്നേരം അതിനകത്ത് ഇച്ചിരി ഷോർട്ട് ടേം ആയിട്ട് അവർക്ക്, ഷോർട്ടിംഗ് അല്ല, ഷോർട്ട് ടേം ആയിട്ട് അവർക്ക് ബൈയിങ് സെല്ലിംഗ് ഒക്കെ എളുപ്പം നടത്താം. ഇങ്ങനെയൊക്കെ ഉള്ള ചില ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ട് ഈ ഫണ്ടിന്. സെക്ടറൽ ബേസ്ഡ്, അതിൻ്റെ പേര് സെക്ടറൽ റൊട്ടേഷൻ ലോങ് ഷോർട്ട് ഫണ്ട് എന്നാണ്. അന്നേരം 3 തരമുണ്ട് ഈക്വിറ്റിക്കകത്ത്. അത്രയേ ഉള്ളൂ ഈക്വിറ്റിക്കകത്ത്. അങ്ങനെ ഡെറ്റ് ഇൻസ്ട്രുമെൻസിനകത്തും അല്ലെങ്കിൽ ഡെറ്റ് SIFനകത്ത് 2 സബ് കാറ്റഗറി ഉണ്ട് കേട്ടോ. പക്ഷേ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ ഈക്വിറ്റിക്കകത്ത് ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കി, അതിനകത്ത് ടാക്സേഷൻ ഏത് ബേസിസിലാണ് പോകുന്നതെന്ന് അറിയാമോ? അത് LTCG STCG ബേസിസിലാണ് ടാക്സേഷൻ പോകുന്നത്. നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഈക്വിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തും മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡെറ്റിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഡെറ്റ് ഇൻസ്ട്രുമെൻസിനകത്ത് STCG LTCG ഒന്നും ബാധകമല്ല. നിങ്ങൾക്ക് നോർമലായിട്ടുള്ള നമ്മുടെ ടാക്സേഷൻ ഉണ്ടല്ലോ, ബേസിക് എക്സംഷനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ടാക്സേഷൻ, അതിനകത്താണ് ഇത് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് STCG LTCG ഒന്നും ബാധകമല്ല. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട്. അന്നേരം ഇതിനകത്ത് 2 തരം ഫണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, സബ് ഫണ്ട്സ്. ഒരു ഫണ്ടിൻ്റെ പേരാണ് സെക്ടറൽ റൊട്ടേഷൻ ലോങ് ഷോർട്ട് ഫണ്ട്. അന്നേരം നിങ്ങൾ വിചാരിക്കുക ഈക്വിറ്റിക്കകത്ത് ഇതേ പേരുള്ള സാധനം ഉണ്ടായിരുന്നല്ലോ. ശരിയാണ്, ഈക്വിറ്റിക്കകത്തും ഇതേ പേരുള്ള സാധനം തന്നെയുണ്ട്. പേരതൊക്കെ ആണെങ്കിൽ പോലും അത് ഡോക്യുമെൻ്റ് അതിൽ വായിച്ചു നോക്കിക്കഴിയുമ്പോഴേ നമുക്കറിയത്തുള്ളൂ ഇത് ഈക്വിറ്റിയിലോട്ട് പോകുന്നതാണോ അതോ ഡെറ്റിൽ പോകുന്നതാണോ. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അന്നേരം ഇതിനകത്തെ വ്യത്യാസം എന്താ? വ്യത്യാസം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ സെക്ടറൽ റൊട്ടേഷൻ ലോങ് ഷോർട്ട് ഫണ്ടില്ലേ ഈക്വിറ്റിക്കകത്ത്, അതുപോലൊക്കെ തന്നെയാണ് ഇതിനകത്തും. 4 സെക്ടറിനകത്ത് ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഡെറ്റിനകത്ത് അന്നേരം ഏത് സെക്ടറൊക്കെ ആണെന്ന് നിങ്ങളൊന്ന് ചോദിക്കുമായിരിക്കും. അതെ, പല സെക്ടർസ് ഉണ്ട്. കോർപ്പറേറ്റ് ഡിബെഞ്ചേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്, ഗിൽറ്റ് ഫണ്ട്സ് എന്ന് കേട്ടിട്ടുണ്ട്, ലോങ് ടേം, ഷോർട്ട് ടേം, അങ്ങനെ കുറേയേറെ സെക്ടറൈസേഷൻ ഉണ്ട് ഏതിനകത്ത്, ഡെറ്റിനകത്ത്. അങ്ങനെ 4 സെക്ടറിനകത്തെ അവർക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ 80% ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ 25%
ഷോർട്ടിങ് ചെയ്യാം. എന്നിട്ട് ഷോർട്ടിങ് ചെയ്യുന്നത് ഡെറ്റിനകത്ത് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇതിനകത്ത് ഒരു തരം ഷോർട്ടിംഗ് ഉണ്ട്. അതെന്താണെന്നറിയാവോ? നമ്മൾ മാർക്കറ്റിലാണ് ഈ ഡിബെഞ്ചേഴ്സും ബോൺസും ഒക്കെ കൊണ്ട് പൊസിഷനിങ് ചെയ്യുന്നത്. അന്നേരം ഈ നല്ല കമ്പനിയുടെ ഡിബെഞ്ചേഴ്സ് അതെന്താണെന്നറിയാം, അത് മുകളിലോട്ട് പൊങ്ങിപ്പോവും. മോശം കമ്പനിയുടെ ഡിബെഞ്ചേഴ്സ് താഴോട്ട് വന്നെന്നിരിക്കും കേട്ടോ. അവരുടെ ഇൻട്രസ്റ്റ് അവരുടെ കസ്റ്റമേഴ്സിന് പോകുന്നത് അത് സ്റ്റാൻഡേർഡ് ആയിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് മാർക്കറ്റിൽ വിൽപ്പനയും വാങ്ങലും വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ പൊസിഷനിങ് ഉണ്ടോ റേറ്റിങ്ങിൻ്റെ, അന്നേരം അത് കാരണം അത് മുകളിലോട്ട് താഴോട്ട് പോകുമ്പോഴത്തേക്ക് അതിനകത്ത് ഷോർട്ടിങ്ങും വല്ല ക്വിക്ക് ബൈയും ക്വിക്ക് സെല്ലും അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളൊക്കെ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. അഗെയിൻ ഇതിനകത്തൊരു സെക്ടർ ബാൻഡ് വെച്ചിട്ടാണ് ഇത് വിൽപ്പന വാങ്ങലുമൊക്കെ നടത്തുന്നത്. പിന്നെ അടുത്തൊരു ഫണ്ടുണ്ട്, ഡെറ്റ് ലോങ് ഷോർട്ട് ഫണ്ട്. അതിനകത്ത് എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. അതിനകത്ത് ഈ 80% എന്ന് പറഞ്ഞ് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, പിന്നെ ഷോർട്ടിങ്ങിനും 25% എന്ന് പറഞ്ഞ ലിമിറ്റ് ഉണ്ടല്ലോ. 25% ഷോർട്ടിങ്ങിൻ്റെ ലിമിറ്റ് ഉണ്ട്, ബാക്കി ഒരു ലിമിറ്റും ഇല്ല. അവർക്ക് ഏത് രീതിയിലും ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു കാര്യമുണ്ട്. അല്ല 80% മാക്സിമം ആയിട്ടൊരു ലിമിറ്റ് ഇല്ല, സെക്ടറൽ ബേസ്ഡ് ആയിട്ട്. അത്രയേ ഉള്ളൂ വ്യത്യാസം. വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ടാക്സേഷനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ടാക്സേഷനകത്ത് സ്റ്റാൻഡേർഡ് ബേസിക് എക്സംഷൻ ടാക്സ് ആണ് STCG. LTCG ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ഡെറ്റ് ബേസ്ഡ് SIF. നമ്മുടെ ഈക്വിറ്റിയും ഡെറ്റിനെക്കാട്ടിലും ഒക്കെ ഇച്ചിരൂടും പോപ്പുലർ ആയിട്ടുള്ള ഫണ്ട് ഇപ്പോൾ ഹൈബ്രിഡ് ഫണ്ടാണ്. കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഈ SIF എന്ന് പറഞ്ഞ സാധനം അത് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തതല്ലാതെ ഉള്ളൂ. അന്നേരം ഈക്വിറ്റിക്കകത്ത് നമുക്ക് പണം ഒത്തിരി അങ്ങ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടോ, റിസ്ക് കൂടുതലാണോ എന്നുള്ള ഒരു പേടിയുണ്ട്. പിന്നെ ഡെറ്റിനകത്ത് നമ്മൾ ഒത്തിരി അങ്ങ് കൺസർവേറ്റീവ് ആകുമോ എന്നുള്ള ഒരു പേടിയും കൂടെ ഉണ്ട്. അന്നേരം ഈ ഇടനില നിൽക്കുന്ന ആൾക്കാരാണല്ലോ കൂടുതലും ഇതിനകത്തിരിക്കുന്നത്. അന്നേരം ഇവർക്ക് വേണ്ടി പറ്റിയ സാധനമാണ് ഹൈബ്രിഡ് ഫണ്ട്. രണ്ട് തരം ഹൈബ്രിഡ് ഫണ്ട് ഉണ്ട് ഇതിനകത്ത്. ഹൈബ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി ഉണ്ട്, ഡെറ്റും ഉണ്ട്, പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് 25% ഷോർട്ടിങ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ ഉണ്ട്. അന്നേരം ഇതെന്താണ് അവർ ചെയ്യുന്നത്? ആക്റ്റീവ് അസറ്റ് അലോക്കേറ്റർ ലോങ് ഷോർട്ട് ഫണ്ട്, അതാണ് ഒരു തരം ഫണ്ട്. അന്നേരം അതിനകത്ത് എന്താണ് ചെയ്യുന്നത്? അതിനകത്ത് ഡൈനാമിക് ഹൈബ്രിഡ് ഈക്വിറ്റി ആൻഡ് ഡെറ്റ് മോഡലുണ്ട്. അവർക്ക് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഒന്നുമില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഇങ്ങോട്ടും മാറാം അങ്ങോട്ടും മാറാം, അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളൊക്കെ ചെയ്യാം. അതിന് പുറമെ അവർക്കകത്ത് ഇൻവിറ്റിനകത്തും REIT റീറ്റിനകത്തും ഒക്കെ അവർക്ക്, അല്ലെങ്കിൽ കോമോഡിറ്റി എക്സ്ചേഞ്ചേഴ്സിനകത്തും അവർക്ക് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയും കാശൊക്കെ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 25% ഷോർട്ടിങ് നടത്താം. അടുത്ത ഫണ്ട് എന്താണെന്നറിയാമോ? ഹൈബ്രിഡ് ലോങ് ഷോർട്ട് ഫണ്ട്. അതിനകത്ത് ഒരു കൊച്ചു റെസ്ട്രിക്ഷൻ ഉണ്ട്. മിനിമം 25% ഈക്വിറ്റി വേണം, മിനിമം 50% ഡെറ്റിനകത്ത് വേണം. ബാക്കി 50% നിങ്ങൾക്ക് എങ്ങനെയും ഏത് വിധേനയും ചിലവഴിച്ച് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം. പിന്നെ വേറെ ഒരു കാര്യം, ഈ ഹൈബ്രിഡിനകത്തും ടാക്സേഷൻ വരുമല്ലോ. ടാക്സേഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഡെറ്റ് പാർട്ടിനകത്ത് നമുക്ക് STCG LTCG അത് ആപ്ലിക്കബിൾ അല്ല. പക്ഷേ ഈക്വിറ്റിക്കകത്തുള്ള പാർട്ടിനകത്ത് STCG LTCG ആപ്ലിക്കബിൾ ആണ്. അന്നേരം ഈ ഫണ്ട് ഹൗസും ഫണ്ട് മാനേജറുമാണ് കറക്റ്റ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര ടാക്സ് കൊടുക്കണം എന്നുള്ള റിപ്പോർട്ട് വരെ നമുക്ക് തരും. അന്നേരം അതനുസരിച്ച് നമ്മളങ്ങ് ചെയ്താൽ മതി. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ മ്യൂച്വൽ ഫണ്ടിനകത്ത് നമ്മൾ ഏത് ദിവസവും ചെന്നിട്ട്, ഏത് ദിവസം എന്ന് വെച്ചാൽ വർക്കിംഗ് ഡേ ചെന്നിട്ട് നമുക്ക് റിഡംഷൻ റിക്വസ്റ്റ് കൊടുക്കാം. പക്ഷേ ഇതിനകത്ത് ബൈ വീക്കിലിയേ ഉള്ളൂ. ആഴ്ച 2 ദിവസമേ നമുക്ക് റിഡംഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത ദിവസം ആ പരിപാടി നടക്കത്തില്ല എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അങ്ങനെ 3 തരം ഫണ്ടുണ്ട്: ഇക്വിറ്റി, ഡെറ്റ് ആൻഡ് ഹൈബ്രിഡ്. അതിനകത്തും സബ് കാറ്റഗറൈസേഷൻ കുറേയേറെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. SIFനകത്ത് റിസ്ക് കൂടുതലുണ്ടെങ്കിലും ഹൈലി റിവാർഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ റിസർച്ച് ചെയ്യുക, അനലൈസിസ് ചെയ്യുക. എന്നിട്ട് അത് നിങ്ങൾക്ക് സംതൃപ്തി ഉള്ളതാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്തുനിന്ന് കൂടുതൽ റിവാർഡുകൾ കൊയ്യുക. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കൺ ഒന്ന് അടിച്ചു തരാം. So till we meet again, peace.